വിൽക്കുന്നു, അവരാണ് അത് പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സുകൊണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഉൽപ്പന്നത്തിന് ഒരു റെഡി മാർക്കറ്റ്, ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് കിട്ടുന്നത്. അതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നേറാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഓണക്കാലം കഴിഞ്ഞാൽ എല്ലാവരും ഒരുപക്ഷെ എല്ലാവരും പത്രം വായിക്കുന്നവരാണ്. കേരളത്തെ പോലെ പത്രം വായിക്കുന്നവരാരുമില്ല. ഓണക്കാലം കഴിഞ്ഞാൽ എല്ലാ ഓണക്കാലം കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് പത്രത്തിൽ വരുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയാണ് ബെവറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവ്. അതൊരു വള്ളംകളി മത്സരത്തിന്റെ അവസാനത്തെ കമന്ററി പോലെ അവർ പറയാറുണ്ട് എല്ലാ പത്രങ്ങളും. കരുനാഗപ്പള്ളി മുന്നിലെത്തിയിരിക്കുന്നു, ചാലക്കുടി തൊട്ടുപുറകിലുണ്ട്, ഏത് സമയം ചാലക്കുടി കരുനാഗപ്പള്ളി കടത്തിവെട്ടാം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ വർഷവും വായിക്കുന്ന. പക്ഷേ ഈ വർഷത്ത് അതിനൊരു ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. അതിന്റെ കൂടെ നല്ലൊരു വാർത്തയും ഉണ്ട്. ഓണക്കാലത്ത് കുടുംബശ്രീ യൂണിറ്റുകൾ വിറ്റഴിച്ച ഉൽപ്പന്നങ്ങളുടെ ആകെത്തുക 1.5 കോടി രൂപയായിരുന്നു എന്നൊരു വാർത്തയും അതിന്റെ കൂടെ വന്നു. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെന്റാണ് ഈ വർഷം നടന്നത്. അതായത് 4-5 ദിവസങ്ങൾ കൊണ്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ മൊത്തം തുക 1.5 കോടി രൂപ. 4 ദിവസം കൊണ്ട് 1.5 കോടി രൂപ ഉണ്ടാക്കും. ഇത് ഭയങ്കര നമുക്കെല്ലാം പ്രോത്സാഹനം തരുന്ന ഒരു ന്യൂസാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിൽ ഇന്ന് പണ്ടെല്ലാം ടെക്നോളജി കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് ടെക്നോളജി ഫ്രീ ആയിട്ട് കിട്ടും, കൊളാബറേഷൻ ഫ്രീ ആയിട്ട് കിട്ടും, അതിനുള്ള ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും ഫ്രീ ആയിട്ട് കിട്ടും. അത് തയ്യാറുണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. നിങ്ങൾ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ പരിശീലനം, അതിന്റെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ഇതെല്ലാം ഉറപ്പുവരുത്താനുള്ള സംവിധാനം എല്ലാ സ്ഥലത്തുനിന്നും ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് മാത്രം ഒരു ഐഡിയ, അതല്ലെങ്കിൽ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരിക. ബാക്കിയുള്ള കാര്യങ്ങൾ കൂട്ടായിട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇതിൽ നിന്ന്. മാഡം ഇപ്പോൾ ചോദിച്ചിരുന്നു, ഒരു വീട്ടിൽ തന്നെ ഒരു റേഷൻ കാർഡിൽ പെട്ടതല്ല, പക്ഷേ അവരൊരു ഫാമിലിയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പിൽ ഓരോന്നൊന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരു ഭയങ്കര ടെക്നിക്കൽ ഇഷ്യൂ ആണ്. സന്തോഷം പറയുന്നതായിരിക്കും കുറച്ചുകൂടെ. അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ, പക്ഷെ അവരെ ഒരു റേഷൻ കാർഡിൽ പെട്ടതല്ല. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ബ്രദർ ഒരേ വീട്ടുകാരായിരിക്കും, ഒരേ പോസ്റ്ററിലായിരിക്കും, പക്ഷെ 2 വീടാണ്. അങ്ങനെ തന്നെ എനിക്കും ബ്രദറും കൂടെ ചേർന്നിട്ട് ഒരു ബിസിനസ്. അതായത് ഇപ്പൊ ഞാനത് വായ്പാ സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ നാട്ടിൽ വായ്പാ സംവിധാനങ്ങൾ ബാങ്കിന്റെ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിന് പെട്ടെന്ന് തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിനകത്ത് നമ്മുടെ ആളുകളുടെ ഇടയിൽ സാധാരണ ഒരു ചെറിയൊരു ബാധ്യത എല്ലാ മേഖലകളിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ ബാങ്കുകളും നേരിടുന്നു. അപ്പോൾ ഈ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പിന്റെ ഫൈനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ വായ്പയ്ക്കും അതിന്റെ പ്രത്യേക രീതിയിലുള്ള അതിന്റെ ഡോക്യുമെന്റേഷൻ, കൃത്യമായിട്ടുള്ള പേപ്പർ ഡോക്യുമെന്റേഷൻ വളരെ ഭംഗിയായി തന്നെ നമ്മൾ അതിനകത്ത് വാങ്ങുന്നു. അതിന്റെ കാരണം പറഞ്ഞാൽ ഇതിനകത്ത് ആ രീതിയിൽ തന്നെ ഇപ്പം അത് നബാർഡിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അത് എത്ര സ്വീകാര്യമാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ബാങ്കിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം അതിന്റെ ഡോക്യുമെന്റേഷൻ പോകാൻ. അതായത് ഇതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ അഗ്രികൾച്ചർ ലോൺ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു ടാക്സ് റെസിപ്റ്റും അതുപോലെ ഒരു പൊസിഷൻ ആൻഡ് ഇൻകം പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിക്കൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. കൈവശാവകാശവും അങ്ങനെയല്ലേ പറയാം, കൈവശാവകാശവും കരം രസീതും വാങ്ങിക്കൊണ്ടാണ്. അത് തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് കരം തീർത്ത റെസിപ്റ്റും കൈവശാവകാശ സർട്ടിഫിക്കറ്റും ഈ ഓരോ കർഷകരും, ഈ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പിലുള്ള ഓരോ കർഷകരും നിർബന്ധമായിട്ട് വേണം. കാരണം എന്താ കാര്യം അറിയാം, നമ്മളിത് ഒരു ഗ്രൂപ്പ് സംവിധാനം അനുസരിച്ച് നമ്മളൊരു ബാങ്കിന്റെ ഒരു പൊസിഷൻ കൂടി നമ്മൾ നോക്കണം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ലഘുലേഖകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് വ്യക്തമായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിന്റെ കോപ്പികൾ വാങ്ങിക്കാം. അതിനകത്ത് ഞാൻ ഇപ്പോൾ 2 പേരുടെ സംശയം മാറുന്നത്, ഉദാഹരണം നമ്മുടെ നാട്ടിൽ മൾട്ടിപ്പിൾ ഫൈനാൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കും. എവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്ന എല്ലാ മേഖലകളിൽ നിന്നും കർഷകർ എന്ന് പറയുന്നത് വാങ്ങിയിട്ടുണ്ടാവും, അല്ല വാങ്ങാൻ താല്പര്യം കാണിക്കും, തീർച്ചയായിട്ടും അത് വാങ്ങുകയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ, അവൻ ഈ വാങ്ങുന്ന ആ പണം അവൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനത് വളരെ ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയും. ഇത് കൂടുതൽ കാര്യങ്ങൾ നിലവിലുള്ള കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കടം വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഈ പണം കൊടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ആ ചോദ്യത്തിനൊരു വളരെ പ്രസക്തിയേറിയത്. ഒരു വീട്ടിൽ നിന്നും ഒരാളെ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു സംരംഭങ്ങളായിട്ട് വരുമ്പോൾ പരമാവധി നമ്മളിപ്പോൾ തുടക്കക്കാരെന്നുള്ള നിലയിൽ ഒരു വീട്ടിൽ നിന്നും ഒരാളെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഈ സംവിധാനത്തിന് നല്ലൊരു ലൈഫ് ഉണ്ടാകും കുറെ നാളുകൾ നീ. കാരണം അതിന്റെ കുറെ പരാജയങ്ങൾ നമ്മൾ അനുഭവിച്ചാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്തരം പരാജയങ്ങൾ ഇവിടെ ഉണ്ടാകരുത്. അപ്പോൾ
ഒറിജിനൽ അല്ല, അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് എഴുതിയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ തന്നിരിക്കുന്ന തനത് വർഷത്തെ ഒറിജിനൽ തന്നെയാണ് എഴുതിയത്, അത് തന്നെ വേണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടിത് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇതിന്റെ ചില തിക്കുമുട്ടി വർദ്ധാനം പറയുന്ന ചില സംഭവങ്ങൾ പറയാനും പാടില്ല, ചിലത് പറയും വേണം. അപ്പൊ അതുകൊണ്ടാണ് പിടിച്ച് പറയുന്നത്. അപ്പൊ അതായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായിട്ടും ഒരു വീട്ടിൽ നിന്ന് ഒരാളെന്നുള്ള നിലയിൽ അത് വരാൻ കഴിയും. കാരണം ബാങ്ക് ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ രണ്ടുപേർക്കും ഒരു ബഹുമാനപ്പെട്ട ഒരു മെമ്പർ ചോദിച്ചത് ഒരു വീട്ടിൽ നിന്ന് രണ്ടാളാകാമെന്നുള്ള. കുഴപ്പമില്ല, രണ്ടാളാകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആ വീട്ടിലുള്ള രണ്ടാളിന് രണ്ട് ഭൂമിയുടെ ഉണ്ടാവണം. ആ രണ്ട് ഭൂമിയുടെയും കടലാസ് കൊടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ രണ്ടുപേരെ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഉദാഹരണം, ഒരു ചേട്ടനും അനിയനും ഒരു വീട്ടുപേരാണെങ്കിൽ പോലും രണ്ട് ഫാമിലിയായി നിൽക്കുന്നവരാണ്. പക്ഷെ അവർക്ക് രണ്ട് പ്രോപ്പർട്ടിയും രണ്ട് സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും. അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. ഞങ്ങൾ കുറച്ച് പാട്ടകൃഷി നല്ല രീതിയിൽ ചെയ്തതാണ്. പാട്ടകൃഷികൾ ഇങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാർ വരും. പാട്ടകൃഷിയെ സംബന്ധിച്ച് വരുന്ന ഒരാൾക്കാർക്ക് നമ്മൾ അതിനൊരു ബാങ്കും നമ്മുടെ ക്ലബും അതുപോലെ തന്നെ ഇതിന് പ്രാദേശികമായിട്ട് ഒരു വായ്പാ സ്രോതസ് കൊടുക്കുന്ന ഒരു ക്രെഡിറ്റ് കൗൺസിലിംഗ് സംവിധാനം ഉണ്ടാകണം. അത് ഞാൻ പറയാൻ മറന്നൊരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണം, പൊൻകുന്നം എന്ന് പറയുന്ന ഈ ടൗൺ മേഖലയിൽ എത്ര ജോയിന്റ് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെ വായ്പകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന 10 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റി കൂട്ടണി ചെയ്യുന്ന, ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വായ്പകൾ മാത്രമേ നമ്മുടെ ഫാർമേഴ്സ് ക്ലബ് വഴി കൊടുക്കാവൂ. അല്ലാതെ ഫാർമേഴ്സ് ക്ലബിന്റെ കമ്മിറ്റിക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ സംവിധാനങ്ങളുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ ഒരു ക്രെഡിറ്റ് കൗൺസിലിംഗ് ഉണ്ടാകണം. ആ കൗൺസിലിംഗിലുള്ള 10 പേര് കമ്മിറ്റിക്കാരുണ്ടാവും. ആ പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റിക്കാരും ബാങ്കും നമ്മളും കൂടി ഈ കർഷകരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക. ആ എഗ്രിമെന്റിൽ ഇപ്പൊ പാട്ട കർഷകരായിട്ട് വരുന്ന എഗ്രിമെന്റ് വരുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നമ്മുടെ വില്ലേജ് പോലെയുള്ള പഞ്ചായത്തുകൾ പോലെയുള്ള പ്രമാണ പട്ടം ഇല്ലാത്ത ആളുകൾക്ക് അത് അവിടെ നിന്ന് വരുന്ന പഞ്ചായത്തുകളിൽ നിന്നോ വില്ലേജുകളിൽ നിന്നോ വരുന്ന അത്തരത്തിലുള്ള സ്റ്റുഡൻസിന്റെ 50 രൂപ പത്രത്തിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. അതിനൊരു കോപ്പി ആ പഞ്ചായത്തായാലും മുനിസിപ്പൽ ഏരിയയിലും അവിടെ നിന്നും അവർക്ക് ഏതാണോ കടലാസ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് കൂടി വാങ്ങിക്കൊണ്ട്, അതായത് ഇങ്ങനെ ഒരാൾ ഈ ഒരു സംവിധാനത്തിന് വായ്പ എടുത്തിട്ടുണ്ട് എന്ന് നാളെ ഇത് നമ്മൾ റിക്കവറിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അയച്ചു കഴിയുമ്പോൾ, നമ്മൾ കളക്ടറേറ്റ് ചെന്ന് കഴിയുമ്പോൾ ഈ സംവിധാനം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഒരു ബന്ധപ്പെട്ട ഒരു കടലാസ് അവർക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ നിന്നുകൂടി വാങ്ങിയിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. അങ്ങനെ കൊടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ കിട്ടാത്ത ആൾക്കാർക്ക് അത്തരത്തിലുള്ള കടലാസുണ്ട്. പക്ഷെ അങ്ങനെ കടലാസ് വരുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഈ ക്രെഡിറ്റ് കൗൺസിലിന്റെ കാര്യം ഏറ്റവും വളരെ മഹത്തരമാണ്. അവരുടെയും കൂടി ഒരു ഉറപ്പുകൂടി ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ഈ ഉദാഹരണത്തിന് എല്ലാവരും അവിടുത്തെ കുറെ ആളുകൾ വന്നു, കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ കൊടുത്തു, അത് തോന്നുമ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ലോൺ കൊടുത്തു. അവർ ആ രീതിയിൽ അത് വന്നു കഴിഞ്ഞാൽ നാളെ അത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി കഴിഞ്ഞാൽ അറിയാൻ കഴിയില്ല. ഇപ്പോൾ 240 പേര് മെമ്പർമാരുള്ള ഈ സംഘത്തിലെ കമ്മിറ്റിക്കാർക്ക് അറിയാൻ പറ്റില്ല ഈ 240 പേരുടെയും എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലുള്ള മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയാൻ കഴിയും. അപ്പൊ അത് ഓരോ പ്രദേശത്തുള്ള ആ ഒരു പ്രദേശത്തുണ്ടാക്കുന്ന ഒരു പ്രാദേശിക വികസന കേന്ദ്രം ഉണ്ടാകണം. ആ പ്രാദേശിക വികസന കേന്ദ്രത്തിന്റെ കമ്മിറ്റിക്കാരായിരിക്കണം ഈ ആളുകൾ. കൊള്ളാം, അവരതിന്റെ സാമ്പത്തികമായിട്ട് ഇന്ന രീതിയിൽ ചെയ്യുന്നവരാണ്, അവരില്ലെങ്കിൽ വാങ്ങി ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, കൊടുക്കുന്നവരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവർ 3 പേരും ചേരുന്ന ഒരു എഗ്രിമെന്റും പ്ലസ് അവർക്ക് എവിടെ പഞ്ചായത്തിനാണോ അവിടെ നിന്നാണോ കൊടുക്കുന്ന അതിന്റെ ഒരു സാക്ഷ്യപത്രവും കൂടി വെച്ചിട്ട് ആണ് അങ്ങനെയുള്ളവർക്ക് ലോൺ. പക്ഷെ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ളതാണ് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത്.